ഹായ് റോഡി, വെൽക്കം ബാക്ക് ടു ബാൽക്കണി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സ്പൈഡർമാൻ എന്ന മൂവി, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയെ പറ്റിയാണ്. സോ ഞാൻ ഇന്നലെയാണ് മൂവി കണ്ടത്. ഈ മൂവിയെ പറ്റി എടുത്തു പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു സംഭവമുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു 3D മൂവി തിയേറ്ററിൽ ഇത്ര അധികം ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം 3D എന്ന് പറഞ്ഞ് ഒരുപാട് മൂവികൾ ഇറങ്ങുമെങ്കിലും നമുക്കതൊക്കെ കാണാമെങ്കിലും 3D പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല തിയേറ്ററിൽ കാണുമ്പോൾ. സോ ഈ മൂവി അങ്ങനെയല്ല. 3D എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഈ മൂവിയിൽ 3D വന്നിരിക്കുന്നത്. സോ പ്ലസ് പോയിൻ്റാണ്. ഭയങ്കര വലിയൊരു പ്ലസ് പോയിൻ്റാണ്. 3D ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളും അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും 3D പടങ്ങളൊന്നും തിയേറ്ററിൽ അങ്ങനെ കാണാത്തവരൊക്കെ. സോ അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് പോയിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. പിന്നെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോബി മഗയറിൻ്റെ സ്പൈഡർമാന് ശേഷം, അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു സ്പൈഡർമാന് ശേഷം ഭയങ്കര ഒരു പവർഫുൾ സ്പൈഡർമാൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്പൈഡർമാനിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈഡർമാൻ എത്തിയിരിക്കുകയാണ്. ടോം ഹോളണ്ട് എത്തിയിരിക്കുകയാണ്. ഈ ഈ പടത്തിൽ ഒരുപാട് നല്ല സീക്വൻസുകളുണ്ട്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂസ് ബംപ്സ് തരുന്ന സീക്വൻസ് എന്നൊക്കെ പറയില്ലേ, അത് ഒരുപാടുണ്ട് ഈ മൂവിയിൽ. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ സ്പോയിലറായി പോവോ എന്നുള്ള നല്ല ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണുമില്ല കുറേ കാര്യങ്ങൾ. ഇതിൽ നിഞ്ച ടീമൊക്കെ ആയിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. എൻ്റമ്മോ! ഒന്നും പറയാനില്ല. ഗംഭീരമായിട്ടുണ്ട് ആ ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈയിടെയായിട്ട് ഇറങ്ങിയുള്ള സ്പൈഡർമാൻ്റെ സിനിമകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്പൈഡി തിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. സ്പൈഡർമാൻ്റെ കുറച്ച് സംഭവങ്ങൾ അതൊന്നും കുറേ ആയിട്ട് നമ്മളങ്ങനെ കാണാറില്ല സ്പൈഡർമാൻ സിനിമകളിൽ. സോ അതൊക്കെ വീണ്ടും ഈ പടത്തിൽ നന്നായിട്ട് വന്നിരിക്കുകയാണ്. സ്പൈഡർമാനെ സ്പൈഡർമാനായി വെക്കുന്നതും പുള്ളിയുടെ ആ ന്യൂയോർക്ക് സിറ്റിയിലെ ആ ഒരു സംഭവവും അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു സംഭവമില്ലേ, ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു സാധനം, അത് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഈ അടുത്ത് സ്ക്രീനിൽ വന്നുള്ള എല്ലാ സ്പൈഡർമാനേക്കാളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ ആയിട്ടാണ് ഇതിൽ ടോം ഹോളണ്ട് എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ്, ലവ് സ്റ്റോറി അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷർ ഈ സിനിമയിൽ വരുന്നുണ്ട്. സോ പണിഷറായുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സോ അത് മാത്രമല്ല, ഇതിൽ വില്ലനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. വില്ലൻ എന്ന് പറയണോ അതോ വില്ലത്തി എന്ന് പറയണോ, കാലങ്ങളായിട്ട് മാർവൽ ഫാൻസിന്റെ എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള ഒരു സംഭവമൊക്കെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അറിയാലോ, ഭൂരിഭാഗം എല്ലാവരും മാർവൽ ഫാൻ തന്നെയാണ്. അത് മാത്രമല്ല, മാർവൽ ഫാനേക്കാൾ ഉപരി കുറേ പേര് സ്പൈഡർമാൻ ഫാൻസ് ആയുള്ള ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ മസ്റ്റായിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമാണ്. കുറേ നാളുകളായിട്ട് മാർവലിൻ്റെ നല്ലൊരു മൂവി കണ്ടുള്ള നല്ലൊരു സന്തോഷമുണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. നല്ല 3D മൂവിയാണ്. സോ എനിക്ക് തോന്നുന്നത് പിള്ളേർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.